ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ അതെ നമ്മുടെ ഒരു പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരം വെളുത്തു. എൻ്റെ കൂടെ ചിമ്പു വന്നിട്ടുണ്ട് കേട്ടാ. ചിമ്പു അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലത്തെ പുതിയൊരു മോർണിംഗ് ആണ് ഇട്ടത്. അമ്പോ ഇടില്ല കേട്ടോ. അവിടെ നിന്ന് മോളിൽ നോക്കുമ്പോൾ ഇല്ല പാട്ടൊക്കെ കേൾക്കുന്നു കേട്ടോ. അവിടെ നിന്ന് അമ്പലത്തിലത്തെ പാട്ടൊക്കെ വരുന്നുണ്ടോ. ചിമ്പു ചിമ്പു എന്തിട്ടാ കണ്ണ്? ചാർലി എൻ്റെ കൂടെ ഇങ്ങോട്ട് കയറി വരാൻ നിന്നു. പക്ഷെ ചാർലിക്ക് പേടിയായിട്ട് അവിടെ നിന്നു. ആരത്? ആരാ ആരാ ആരാ? അപ്പൊ ചാർലിനെ കയറ്റി വിട്ടു. അപ്പൊ ചാലിപ്പാ കണ്ട ഗൈസ്, ടോപ്പിൽ നിന്ന് കാണുമ്പോൾ നല്ല മരങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ അപ്പത്തേക്ക് കാണാം. അത് നമ്മുടെ പുതിയ വരുന്നൊരു ഫ്ലാറ്റ് അത് അവിടെ. നല്ല രസമുണ്ട് ഇവിടെ നിന്ന്. ചിമ്പുക്കാം പോടാ ചാർലി. അപ്പോൾ പൊന്നു എണീറ്റുണ്ട്. ഞാൻ എണീറ്റു. ആദ്യം എണീറ്റിട്ടില്ല കേട്ടാ. അപ്പോൾ നേരത്തെ എണീറ്റിട്ട് അപ്പോൾ പഠിത്തമൊക്കെ തുടങ്ങി. ഇവന്മാരെയൊക്കെ കൊണ്ടുപോയി വന്നവൻ പഠിക്കായിരിക്കും. പഠിക്കാനിരുന്ന് അപ്പം ഇപ്പോൾ ബെന്നിനൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടിരിക്കുന്നു ഇവിടെ ആള്. ആ ചാർലി ചാർലി ചാർലിനെ വിളിച്ചാൽ മുമ്പ് വാ. ചാർലി പേടിയിട്ട് നിൽക്ക. ചാലിക്കാം ഇടുവാ. പേടിച്ചിട്ട് നിൽക്കണ്ട. ഇങ്ങോട്ട് വാ. ഇറങ്ങിയറാ ചെമ്പു വാ. ഇങ്ങോട്ട് വാടാ ചാർലി. പേടിക്കാണ്ട്. പേടിത്ത് പറഞ്ഞാണ്. നോക്ക് വാ. അയ്യോ ഡാ ഇറങ്ങിക്കോ. ഫോൺ കണ്ടാള് പെട്ടെന്ന് തന്നെ ഫെബിനൊക്കെ വന്നു. അപ്പൊ പരീക്ഷന്റെ അപ്പന് താഴോട്ട് പോകാൻ കഴിച്ചു. പുതിയ വീട്ടിലെ പുതിയ മോർണിംഗ്. പുതിയ വീട്ടിലെ പുതിയ മോർണിംഗ്. അപ്പൊ പൊന്നോട് ചായ വെച്ചിട്ടോ. ചായ വെച്ചു. അരി എടുത്തു. നമ്മളുടെ ചിമ്പും ചാലിക്കുള്ള ചോറ് വെക്കുന്നു. ഇഡ്ലിക്കുള്ള സെറ്റപ്പുകൾ ചെയ്ത് വെച്ചിരിക്കുന്നു. ദോശമാവ് ഇഡ്ഡലി 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 ഗൈസ്. ഇഡ്ഡലി സെറ്റപ്പുകൾ ചെയ്യാൻ പോവാണ്. പിന്നെ സാമ്പാർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ, ആദിക്കുള്ള ബൂസ്റ്റ്, ആദിക്കുള്ള ഹോർലിക്സിന്റെ പാല്. അതെ. അപ്പൊ ഇന്നപ്പോ കഴിക്കാൻ ഇഡ്ഡലി ആൻഡ് സാമ്പാറാണ് ഗൈസ്. അപ്പൊ ഞങ്ങള് കുറച്ചേരം മുന്നേ ഇട്ടുള്ളൂടാ. ഇന്നലെ ഞങ്ങള് ഓഫീസിൽ
ഓഫീസർക്ക് ഉണ്ട്. ഓഫീസർ സിനിമ കണ്ടു. നല്ല കിടു പടം, നല്ല മെച്ചോർഡായിട്ട് നമ്മളെ ചാക്കോച്ച അഭിനയിച്ചിട്ടുണ്ട്. ചാക്കോച്ച പീസ് വേണ്ട രീതിയിൽ ഊറ്റിയിടുക ഇൻഡസ്ട്രി ഇപ്പോഴാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോക്ലേറ്റ് പദത്തിൽ നിന്ന് മാറിയപ്പോ തന്നെ ചാക്കോച്ചൻ വേറെ ലെവലായി. ഇത് വേറെ ലെവൽ, നല്ല കിടിലമാണ്. അവരെ ചാതിര പാല് ഇങ്ങനെ ചളച്ചിരിക്കുന്നു. എന്തെങ്കിലും ആയോന്ന് അറിയാൻ പറ്റണതാ. എന്തെങ്കിലും ആയോ? കഴിക്കാൻ എന്തെങ്കിലും ആയോ? കഴിക്കാൻ എന്തെങ്കിലും ആയോ ചോദിച്ചിട്ട് വൈകിട്ടാണ്. കഴിക്കാൻ എന്തെങ്കിലും ആയോ? ഓടി ചാലി ഗുഡ് മോർണിംഗ്. ഞാൻ എല്ലാവരോടും ആദ്യം കുറച്ച് കഴിഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞ പിന്നെ അതിനെ കുറച്ചാള് കുറച്ചു നേരം കളിച്ച് നടക്കും, അവരെ ബൂസ്റ്റ് കൊടുക്കും. പിന്നെ അവരുടെ കുറെ ഡയലോഗുകളും പാട്ടുകളും ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവനെ കുളിപ്പിച്ച് ഞാനിവിടെ ചോറാക്കലായി, ലഞ്ച് ബോക്സ് കണ്ടില്ലേ, ഇത്രയും സാധനങ്ങൾ നിറക്കലായി. മോളിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മോളിൽ നിന്ന് പോയിട്ട് പാട്ടൊക്കെ, അമ്പലത്തിന്റെ പാട്ടൊക്കെ കേൾക്കാം. സെറ്റാണ്. ചായ ഞാൻ പൊടിയിടാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാല് തിളയ്ക്കുമ്പോൾ പൊടി ഇടുന്നത്. അതുപോലെ വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോൾ കടുകും ഉള്ളിടുന്നത്. ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സിന് എന്തോ ഒരു സന്തോഷം കുളിർമയാണ്. അപ്പൊ ചായക്ക് സെറ്റാക്കി. ചാലപ്പനെ ഫുഡ് കിട്ടാൻ വേണ്ടി ഇരിക്കുന്നു. ചാലപ്പന്റെ പാപ്പുണ്ട്. Charlie, sit. No. Sit. 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 Bark. Bark. Good boy. Bark. Good boy. Good boy. Jump. Jump. Good boy. Sit. Good boy. Shake. Shake എന്നതാ? Shake എന്നാന്ന് തരാം. Shake എന്നതാ? Shake എന്നതാ? പൊന്തട്ടാണ്. Good boy, Charlie. Good boy. Bark. Bark. Good boy. നമ്മുടെ ചാർലി ചിമ്പൊക്കെ ചാർലിനെ ഇപ്പൊ കുറയ്ക്കാനായിട്ട് ഇപ്പൊ നമ്മള് കുറച്ച് തുടങ്ങിയല്ലോ. അവൻ അതല്ലെങ്കിലും ഏതെങ്കിലും പൂച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാത്ത ആരെങ്കിലും നമ്മുടെ അവിടെ വീടിന്റെ ഫ്രണ്ടിലോ കോമ്പൗണ്ടിലൊക്കെ വന്നാൽ മാത്രം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കുറയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ അവനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അതുപോലെ ചെയ്യും. പിന്നെ ചിമ്പുന് എനിക്ക് അറിയാം, നമ്മൾ ബാംഗ്ലൂർ ഫ്ലാറ്റിലാണ് അവൻ വളർന്നിരുന്നത്. അവൻ ആവശ്യത്തിന് മാത്രം ആരെങ്കിലും വന്നാൽ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വല്ല പരിചയമില്ലാത്ത വണ്ടി വന്നാൽ നമ്മുടെ കോമ്പൗണ്ടിനെതിരെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ ആണെങ്കിലും സൊമാറ്റോ, സ്വിഗ്ഗി, ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അറിയിക്കാൻ എന്തായാലും കുറയ്ക്കണം. അപ്പോൾ കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നവൻ കുറച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും, ഒരാൾ വന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. പിന്നെ സ്ഥിരം കാണുന്നവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അധികം കുറയ്ക്കൊന്നുമില്ല. അപ്പം ഫ്ലാറ്റിലൊക്കെ വളരുമ്പോൾ ഇത് 24 മണിക്കൂറും കുറച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അറിയാം മെലവിടാവില്ലേ. പക്ഷെ നമ്മുടെ എല്ലാവർക്കും ഫ്ലാറ്റിലുള്ള നമ്മുടെ ബാംഗ്ലൂരിലത്തെ വീഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം അവ അങ്ങനെ എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. അവരവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരോട് മുന്നേണ്ടിരിക്കും, ആവശ്യത്തിന് മാത്രം കുറയ്ക്കും. അത് നമ്മൾ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കും. ചാർലിന് നമ്മളിപ്പോ ട്രെയിൻ ചെയ്യിച്ച് പാർക്ക് ചെയ്യാൻ തുടങ്ങിയുള്ള മുമ്പ് കറക്റ്റ് കോളിമ്പല് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ കുറച്ച് പോവും. അപ്പൊ കോളിമ്പല് കേൾക്കുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അവൻ കുറച്ച് കഴിഞ്ഞാൽ നമ്മളോട് ആരോ വന്നു ശ്രദ്ധിക്കുക. അതുപോലെ ഒരു മറ്റേ കാറ് വണ്ടിയോ ഫ്രണ്ടിൽ വന്നു അല്ലെങ്കിൽ ആരെങ്കിലും വീടിന്റെ ഫ്രണ്ടിലൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കേ മൂവി എന്തെങ്കിലുമൊക്കെ ആയി അവൻ കറക്റ്റ് നിരീക്ഷിക്കും. അറിയണവരൊക്കെ ആണെങ്കിൽ പിന്നെ അവൻ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് ഒരു പൂച്ചയോ അല്ലെങ്കിൽ വേറൊരാളോ അല്ലെങ്കിൽ വേറെ അങ്ങനെയൊക്കെയാണ് മാത്രമേ കുറയ്ക്കുള്ളൂ. അത് കാരണം നമുക്ക് എന്താ പറയുക
ഇപ്പോഴും കുറയ്ക്കുന്ന പട്ടികളുടെ ഒരു ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ഇത്ര കാലമായിട്ടില്ല. നമ്മളെ അവിടെ വീഡിയോസ് കാണുന്നവർക്കും അറിയാം. നമ്മളൊന്നും എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ഷിഫ്റ്റ് ആയിട്ട് അവിടെയൊക്കെ ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ അത് കൊടുക്കാൻ വർക്ക് ചെയ്യിക്കാനുള്ള ട്രെയിനിങ് രണ്ടാളും അതുപോലെ ഭയങ്കര ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാരാണ്. വെറുതെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങും ചില ഡോഗ്സില്. കാവലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട്. പക്ഷെ നമ്മുടെ ചാർലി അവൻ 24 hours, അതായത് ഒന്നും കഴിച്ചില്ല ഒരു ദിവസം മുഴുവൻ വെച്ചാലും ആള് ഭയങ്കര ഗാർഡിങ്ങാണ്. ഒരു രക്ഷയില്ല. ആള് ഫുൾ ഡ്യൂട്ടിയാണ്. വിളിച്ചാൽ അവിടെ അറിഞ്ഞിണ്ടാവും. കൊടുക്കുന്ന ആൾക്കിത് കഴിക്കാൻ നമ്മൾ നിർബന്ധിക്കണം. അപ്പൊ നമ്മുടെ പൊന്നൂസിന്റെ ഇഡ്ലി ഒഴുക്കി സാമ്പാർ ഇന്നലെ ആദ്യം സ്കൂളിൽ ടീച്ചർ പ്രസൻസ് വിളിക്കുന്ന പോലെ ഇവിടെ വിളിയോണ്ട് വിളിയായിരുന്നു. ജാനി പിന്നെ എന്നിട്ട് ഏഞ്ചൽ എന്താ അവിനാശോ പിന്നെ സ്വന്തമായിട്ട് തന്നെ പറയും മിക്കാവൂ. അവനവന്റെ പേര് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മാമിട്ട് കൊടുത്ത പേരാണ്. അത് പറയുന്നൊക്കെ ഒരു രസമാണ്. അവളെ ലഞ്ച് ബോക്സ് എടുത്ത് കഴിഞ്ഞാൽ അപ്പ പറയും മിക്കാവൂ. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാ ഇവിടെ ഈ സാമ്പാർ എന്നുള്ള സാധനങ്ങളൊക്കെ അരിയുമ്പോ ഞാൻ പ്രസന്റ് ടീച്ചർ എന്ന് അവന് ഇൻട്രസ്റ്റ് ആയി. അവൻ പാൻ എടുത്ത് പിന്നെ ബുക്കിൽ ഇങ്ങനെ ചെയ്യണ പോലെ ചെയ്യാ. എന്തോരം ഞാൻ കളിച്ചിക്കണ ആളെ ഏറ്റിട്ടില്ലാട്ടാ. സമയത്ത് 8:15. ഞങ്ങളുടെ അവനെ വേണ്ടിട്ട് വിളിക്കാം. അതെ സുഖമായിട്ട് അറിയണില്ല. എനിക്ക് മരിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇവർക്കൊക്കെ പോണ്ടേ കാലത്ത് അറിയണില്ല ഇവിടെ അതുപോലെ. കാലത്ത് നല്ല സുഖമാണ്. കാലത്തായിട്ട് അറിയണില്ല. ഞാൻ ഇന്ന് മൊബൈല് വീണു. നീ പറഞ്ഞപ്പോ ഈശ്വര എന്റെ ജീവൻ പോയി. അല്ലാറോഫിയല്ല, ഞാൻ കിടന്നിട്ട് പില്ലോ ഇങ്ങോട്ട് നീങ്ങി. പില്ലോ നീങ്ങിട്ട് ഒരു വീണൊരു സൗണ്ട് കേട്ടെ. അത് AC റിമോട്ടായിരുന്നു. ഞാൻ മൊബൈല് വീണു. ഞാൻ ചാടി അത് വീണ്ടാവും. ചാലിപ്പോ പിന്നാലെ അടുക്കളയിലുള്ള പെണ്ണ ചാർലി അല്ലേ. ഒരു കപ്പ് ചായ, ആ കപ്പ് ചായ ഇപ്പൊ കഴിയും. അപ്പാണ് മറ്റേ സോപ്പോണ്ട് തേച്ച് പതച്ച നിറച്ച് ഇങ്ങനെ പതച്ച് പതയൊക്കെ ഗ്ലാസിന്റെ മുകളിൽ മറ്റേ കുന്നുമല പോലെ നിർത്തി അത് വെച്ചിട്ടാണ് കുടിക്കുക. അതെ ചായക്കട ജാനു വന്നിട്ടുണ്ട്.
ചായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇങ്ങനെ അടിക്കുന്നത്. ഗായ്സ് ആദ്യം എണീറ്റിട്ടാ ചാപ്പോടു അന്റെ പൊന്നു മണിയെ, അന്റെ സുന്ദരി മണിയെ, അന്റെ തക്കറ് മണിയെ, ചമ്മാന് ശുദ്ധി കോക്കേണ്ടി ചമ്പച്ചാ എന്റെ മോനെ രചിക്ക് നീ, ചമ്പച്ചാ എന്റെ കുഞ്ഞു പെണ്ണു രചിക്ക് നീ, ചമ്പച്ചാ രചിക്ക് നീ. ഗുമാനി ഗുമാനി ഉറക്കത്തില്ല നാള്. ഗുമാനി ആ മഴ പോയി ഞാൻ പിശിന് ബാപ്പൊക്കെ ഉണ്ട്. പിശിനി 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 ആന്റെ പൊന്നാൻ ആലോചിക്കൂടാൻ ആലോചിന്തിനാ ആലോചിന്തിനാ ബൂസ്റ്റ് വേണം. ബൂസ്റ്റ് 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 ബേബി നോക്ക്. ബൂസ്റ്റ് 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 കുഞ്ഞി പെണ്ണേ കുഞ്ഞി പെണ്ണേ കുഞ്ഞി പെണ്ണിന്റെ ബൂസ്റ്റ് വേണം. ബൂസ്റ്റ് ബൂസ്റ്റ് മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് ഞങ്ങള് നിക്കണ മുടിയൊക്കെ കെട്ടിട്ട് മുടി വെട്ടാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞങ്ങള് കിട്ടാനും ഇവിടെ ഉണ്ട്. അത് ഉണ്ട് ഇവിടെ. അമ്മോ ഉറക്കത്തില് വരാൻ നോക്കലാണ്. ചൂട്ടൊക്കെ കുട്ടനാണ്. പൊന്നു ഔവൈ ഷൺമുഖി ആവാനുള്ള സമയമായി കഴിഞ്ഞു. കുഞ്ഞുമണി കുമ്മാണി മഞ്ഞല്ലാതെ തായ ബൂഷ് ആടിന്റെ ബൂഷിന്റെ ഗ്ലാസ് ബൂഷിന്റെ ബൂഷിന്റെ ഗ്ലാസ് ചാലി. അത് ഇനി കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാ അത് സെറ്റാവും. വാ അപ്പ എടുക്കാം. വാ വയ്യോ അടിച്ചിന്റെ ബൂസ്റ്റ്. ചേട്ടൻ ഉച്ച തിരിഞ്ഞ് ആദ്യത്തിനെ വാങ്ങിച്ചു. ചേട്ടന് ബൂസ്റ്റ്. അതെ ബൂസ്റ്റ് ജൂനിയർ ഹോർലിക്സ്. ചേട്ടന്റെ ബൂസ്റ്റ്. ജൂനിയർ ഹോർലിക്സ്. യെസ് യെസ് അടിച്ചിന് അടിച്ചിന് അടിച്ചേ. അടിച്ചിന് മൂച്ചി കെട്ടിയത് കണ്ട. പൂച്ച് അമ്പോ പൂച്ച് പൂച്ചൊടി പൂച്ച് പൂച്ചൊടിയാ പൂച്ച് ചലിച്ചി ചാലിക്കുട്ട ഉപയോഗിച്ചാനോ ചാലിക്കുട്ട അതിന് ഓപ്പൺ ചെയ്യുന്നു. ഗുമാനി മഞ്ഞ ഗുമാനി നാച്ചാക്കല്ലേ നാവച്ച യെസ്. അടിച്ച് കൂട്ടാൻ ബൂസ്റ്റ് കുടിക്കാൻ ടൈം ആയി ഗൈസ്. തിരികെ വരുന്നുണ്ട്. യെസ് ഗുഡ് ബൈ ഗുഡ് ബൈ. സൂപ്പർ 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 എന്നൊക്കെ പറയും. സൂപ്പർ സൂപ്പർ അതി സൂപ്പർ സൂപ്പർ പറയും. എന്താ ടമ്മി ഫിനിഷ് ചെയ്ത ഫിനിഷ്. ഗുഡ് ബൈ. അന്നമ്മ യെസ് ഓക്കേ ഓക്കേ ഓക്കേ. ഉറക്കത്തിൽ നിന്നൊക്കെ വരുന്നതാവണം. പിന്നെ നല്ല വന്ന വഴിക്ക് പൊന്നൊരു വിളിയുണ്ട്. ആള് നേരത്തെ എണീക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് സെറ്റാ അല്ലേ? എനിക്ക് വാ പോവാ എനിക്ക് ബൂസ്റ്റ് ചായ നേരെ ഡ്രസ്സൊക്കെ മാറി ബാത്റൂമിൽ പോയി കുളിക്കല്. ഇത് ചോപ്പ് കുടിച്ച് എങ്ങനെ പറയാ?
പൂയേ 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 അവന്റെ ടൂണുകൾ ബോക്സിങ് തട്ടി പോവാത് ഇങ്ങനെ ഇരിക്കുന്ന ആള് പറയാ ആള് ഫാസ്റ്റ് അങ്ങനെ ഫാസ്റ്റ് ഒന്നല്ല, ഞങ്ങള് കുറച്ച് സ്ലോവാ. ഞങ്ങള് പതുക്കെ കുടിക്കും. തട്ടി കളയരുത് കേട്ടാ. മമ്മിയുടെ അത് ഷിറ്റ് ഒടിക്കി സൂപ്പർ ബൂസ്റ്റ് സൂപ്പർ സൂപ്പറാണോ ബൂസ്റ്റ്? അതെ ബൂസ്റ്റ് സൂപ്പറാണോ? സൂപ്പർ 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 ചിക്കനാ ഇവിടുന്ന് ചിക്ക സൂപ്പർ. പിച്ചപ്പനുള്ള ചായ, ഇത് നമ്മളെ അപ്പൂസന് ചായ. പാട്ടൊക്കെ പാടുന്നാള് അടുത്താള് ഇടുവാ ഇടുവാ വല്ല നടക്കോ? ഓടിയാ മതി. അങ്ങടാതി ചാർലിക്ക് മടിയ കയറാൻ പേടി. ഓ ചാലി ചാലപ്പോണ്ടാ ചാലി കളയാണ്ട് കുച്ചി 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 കളയാണ്ട് ബൈ. അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് ഗൈസ്. പീ പോണ വാ നടക്ക പീ പോ. ഇവിടെ ഇങ്ങോട്ട് ഇവിടെ ഓക്കോ ഇട്ടിട്ടുണ്ട്. അപ്പം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പീ പോയിട്ട് വാട്ടാ. ഓക്കെ ഏതാണോടാ ഷിറ്റ് ചിമ്പു ചിമ്പു അങ്ങോട്ട് നോക്കറിയാൻ അവള് ഇടക്കിടക്ക് എപ്പോഴും വിളിച്ച് കളിപ്പിക്കും. ഇതാണ് നമ്മുടെ ജോസ് ചായയുടെയും റീനയുടെയും വീട്. അവര് ആ മുറ്റത്ത് നിൽക്കുന്ന മാവ് കണ്ടു ഗൈസ് നിങ്ങൾ. അവിടെ നിന്ന് നമുക്ക് നല്ല അടിപൊളി മാങ്ങ തന്നതായിരുന്നു. കിളിച്ചുണ്ട മാമ്പഴാന്ന് തോന്നുന്നു. നമ്മളത് കഴിച്ചു പോയി കരണ്ട് പോയി. അതെ ബാ ഗുഡ് ബൈ. ഉപ്പും മഞ്ഞപ്പൊടിയല്ല ഗൈസ്, ഉപ്പും മുളകും കൂട്ടിട്ടില്ല. മധുരം അല്ല പുളിയിലത് വാങ്ങി. കാക്കകള് പറഞ്ഞാ സൂപ്പർ.
ശരിക്കും പറഞ്ഞൊരു 5 മണിക്ക് 6 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടിലം വീട്. അവിടെ പഴയ വീട്ടില് പുലർച്ചയും ഈവനിങ്ങും പെട്ട വീടായിരുന്നു അല്ലെ. ഞങ്ങൾക്ക് അവിടെ ചെന്ന അന്ന് മുതൽ പറഞ്ഞ വരെ ഞങ്ങൾ ഇവനെ നോക്കണം അവിടെ. ഇവ അവിടെ കറന്നു കഴിഞ്ഞാൽ കാല് പൊക്കിയ സീന താഴ്ത്തിക്കുന്നാല് അടിച്ചു വാ കമ്മ ബേബി. കാല് പൊക്കല്ല പണിയാ. ഇവിടെ കുറച്ച് ചെടി ചട്ടികൾ വലുത് മേടിച്ച് വെക്കേണ്ടി വരും. ചിഞ്ചുവിന്റെ വീട്ടിലിരിക്കുന്ന പോലത്തെ. പൂ പോലത്തെ ഇഡ്ലി. പൂ പോലത്തെ ആണോ അറിയില്ല. ഇതിന്ന് അന്നുണ്ടാക്കിയ ഇഡ്ലി നല്ലതായിരുന്നു. നല്ല മാവാ. അതെ ഇഡ്ലി പൊന്നൊന്നും ഇറക്കിണ്ട്. അതെ എനിക്കുള്ളതും ആദിസിനുള്ളതും ആക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പുന് പിന്നെ ആക്കണ്ട. അപ്പൂസിന് ഉച്ചയ്ക്ക് പരീക്ഷ. അതെ ആദിസിന്റെ അമ്മേ കൊന്നെ എറിഞ്ഞു കൊന്നവൻ. അടച്ചത് പൊന്നോടുക്ക് പൊന്നോടുക്കടാ. ഇതാണ് കേട്ടോ ജോസ്റ്റായാലും പഞ്ചി നിറയെ തന്നിട്ടുണ്ടായിരുന്നു. മാമ്പഴാണോ ഇങ്ങനത്തെ മാമ്പഴം? ഇടലല്ലേ ഒരു പൊള്ളില്ല വെറുതെ തന്നെ. എന്നാലും ഞങ്ങൾ ഉപ്പും മുളക് പൊടി ഇട്ടിട്ടാ കഴിച്ചത്. അങ്ങനത്തെ 5-6 തന്നായിരുന്നു. ഇനി ബാക്കി 2 ബാലൻസ് ഉണ്ട്. അയ്യോ അവിടെ വെച്ച് ഞാൻ മോന്റെ സ്നാക്ക് ബോക്സ്. അയ്യോ അടഞ്ഞിട്ടില്ലേ ഇപ്പത്തെ ഉള്ളവൻ. എന്നിട്ട് അടിയില് എന്നിട്ട് അടഞ്ഞിട്ടില്ലേ എന്തോ പാപം. ഇഡ്ഡലി പറഞ്ഞ ഇഡ്ഡലി അവന് ഫ്രൂട്ട്സ് ആണ്. മറ്റേ കണ്ണി കണ്ട ചിപ്സോ അങ്ങനത്തേനൊക്കെ സ്കൂളിൽ കൊടുത്താൽ കൂടുതൽ ഇഷ്ടം. ആപ്പിളും മുന്തിരിയാണ് ആകെ കഴിക്കുക. എല്ലാം പറയാം. നമ്മുടെ ആദിസിനും സാമ്പാർ അവന് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് അവൻ കഴിച്ചിട്ട് പോവാ കൊടുക്കും. അതിനെ പിന്നെ അവിടെ ചെന്ന് അവരും കൊടുക്കും. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മൊത്തം കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ കഴിക്കില്ല. ായിട്ടൊക്കെ വന്നിട്ടുണ്ട് ആള്. താനൊക്കെ എടുത്ത പതുക്കെ പതുക്കെ വരാട് കളിക്കാൻ. അതെ ഞാൻ ആദ്യക്ക് ഇനി ചോറും കൂടി ആക്കിയ ആദ്യ പരിപാടി. അതെ യെസ്. എന്താ എന്താ ഏ നെക്ക് നെക്കടാ. ഉറക്ക പറ ഉറക്ക. ഡി എ ഇ
കുളിച്ചാൻ പോയിട്ട് ബ്രഷ് ചെയ്യാം കുളിച്ചാം കുളിക്കണ്ടേ ആൾക്ക് കളിക്കണ ഇതായി കഴിഞ്ഞാ പിന്നെ അവൻ കുളിക്കാനായിട്ട് വിളിച്ചല്ലേ കുറച്ച് കഴിഞ്ഞാൽ തന്നെ വരും കുളിക്കാ അതീ കുളിക്കാം വായോ കുളിക്കാ പോവാ വാ ഗുഡ് ബോയ് ആദീഷ ഗുഡ് ബോയ് ബാ കുളിക്കാം ബാ ഓടി പോയി കുളിച്ചിട്ട് വരാം ബാ പുതിയ വെച്ചിടാം വാ രാവിലെ തൈര് കുട്ടിച്ചു അപ്പൊ ഞങ്ങള് കുളിക്കാൻ പോവാണ് ഗൈസ് അല്ല അവൻ പോകുമ്പോ എല്ലായിടത്തും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പോവാ അപ്പൊ നമ്മള് കുളിച്ചിട്ട് വരാൻ തന്നെ കുളിച്ചിട്ട് വരാം ഞാൻ അവർക്ക് സാമ്പാറും കാര്യങ്ങളും സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഇതിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ടെണ്ണം പപ്പടം രണ്ടാൾക്ക് ആക്കാനാണ് അപ്പോൾ ഈ പപ്പടം വറക്കാനായിട്ട് എണ്ണ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ വെച്ചു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആച്ചിയുടെ അപ്പളമാണ് മേടിക്കുന്നത് അവനത് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അപ്പളം ആച്ചിയുടെ അപ്പളം അപ്പോൾ ഞാൻ വറുക്കാമെന്ന് കരുതി അപ്പോൾ അതിന് നിൽക്കാനുണ്ട് അപ്പോൾ അതും കൂടി പാത്രത്തിലാക്കി കഴിഞ്ഞാൽ സാമ്പാറും പപ്പടം അച്ചാറും പുളിഞ്ച കൂട്ടിയവർക്ക് കഴിക്കാം അപ്പോൾ വിച്ചു കുളിക്കുന്നതിൻ്റെ ഒപ്പം ആദ്യം അപ്പം കുളിപ്പിക്കും അപ്പോൾ പപ്പടം മറപ്പും സംഭവങ്ങളൊക്കെ നമ്മുടെ പുതിയ പപ്പടം കിട്ടിയാണ് നമ്മുടെ മാർജിൻ ഫ്രീ നിർത്തിട്ടാണ് അപ്പോൾ നമ്മൾ അപ്പളം ദേ പൊന്തി വരുന്നു ഗൈസ് അപ്പളം സാമ്പാറുള്ളപ്പോൾ ഇപ്പം പപ്പടം പുളിഞ്ചി അച്ചാറ് അല്ലെങ്കിൽ മുട്ട ഓംപ്ലേറ്റ് ഇപ്പം നോയമ്പായതുകൊണ്ടിപ്പോൾ മുട്ട എടുക്കാൻ പറ്റില്ല പപ്പൂസിനും സ്കൂളിലെ പപ്പൂസിനും ലഞ്ച് ബോക്സ് ആക്കണമല്ലോ അവനില്ലാത്തതുകൊണ്ട് അവനാക്കണ്ട അവൻ കഴിച്ചിട്ട് എക്സാമിന് പോകും പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സങ്കടങ്ങളൊക്കെ ഉണ്ടാവും വിഷമങ്ങളുണ്ടാവും പല പല ഇതുകളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഓരോ ദിവസം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ അതുവരെ ഇല്ലാത്ത എന്തെങ്കിലും മനസ്സിന് വിഷമമുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ഓരോരുത്തരുണ്ടാവും മനുഷ്യന്മാരാണ് നമ്മൾ അപ്പോൾ നമ്മളുടെ മൈൻഡ് അതനുസരിച്ച് മാറും എന്നൊക്കെ അറിയാം നമ്മൾ മറ്റുള്ളവരോട് പറയാനുള്ള അത്ര എളുപ്പമല്ല നമുക്കത് ഇങ്ങനെ ഉണ്ടാവും പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ നമുക്ക് കവർ ചെയ്ത് വരാൻ ചില്ലാവാൻ നല്ല 4-5 പാട്ടൊക്കെ വെച്ച് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ച് നമ്മുടെ മൈൻഡ് ഡൈവേർട്ടായി നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് തിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ പതുക്കെ പതുക്കെ അതിൽ നിന്ന് റിലീഫാകും പിന്നെ പുതിയ പുതിയ സന്തോഷങ്ങളാവും അപ്പോൾ അപ്പോൾ മോർണിംഗ് ഇവിടുത്തെ തിക്കും തിരക്കും ഇതൊക്കെയാണ് ആണ് വിച്ചു പറഞ്ഞ ആവേശന്മികയാവും ഞാൻ ഒക്കെ എല്ലാം ചെയ്യണ കാര്യങ്ങളൊന്നും അങ്ങനെ വീഡിയോ എടുത്ത് വേറൊരാൾ എടുക്കല്ലോ നമ്മൾ തന്നെ എല്ലാം പുറകെ നടന്ന് എടുക്കല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ചാർലിക്ക് ചിമ്പൂനി സമയം ഫുഡ് കൊടുക്കാറുള്ളതാണ് പിന്നെ അവർ രണ്ടാൾക്ക് ഫുഡ് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞാൽ അവർ കുറച്ച് നേരം കളിയായിരിക്കും അപ്പം മുമ്പ് ടാറ്റ കൊടുക്കാൻ ആദ്യം മുമ്പ് ടാറ്റ കൊടുക്കാനൊക്കെ അവരൊരു നിപ്പുണ്ട് ഇനി തിരിച്ച് വരുന്ന സമയം അവർക്ക് അറിയാം ആ സമയത്ത് അവർ കാത്തു ഞങ്ങളും നമ്മളുടെ ചെറുപ്പത്തിലും നമ്മുടെ വീട്ടിലിങ്ങനെ അമ്മമാര് നമ്മളുടെ സ്കൂൾ ടൈം ആകുമ്പോൾ ഇങ്ങനെ ഭയങ്കര പൊരിച്ചിട്ടല്ലേ ആവുക അല്ലേ 2-3 മക്കൾക്ക് ലഞ്ച് ബോക്സിൽ ഫുഡും കാര്യങ്ങളും 2-3 തരം ആക്കല് സംഭവങ്ങളൊക്കെ അതൊക്കെ നമ്മൾക്ക് മക്കളായി നമ്മളതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കത് ചെയ്യും പക്ഷെ അത്
ഒരു എൻജോയ് ചെയ്ത് ചെയ്യണം. മദർ ഫുഡ് ഒരു എൻജോയ്മെന്റ് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ പിള്ളേർ വലുതായാൽ നമുക്ക് ഇതൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമായിരിക്കും. അപ്പം എൻ്റെ മമ്മിയും വിച്ചുവിൻ്റെ അമ്മയൊക്കെ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ വല്ലപ്പോഴാണ് അവർക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവർ ഇതുപോലെ അന്ന് സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മളൊക്കെ വേണ്ടി ചെയ്യുന്ന പോലെ തന്നെയാണ് അവർ പിറ്റേ സമയം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി തരാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് ലൈഫ് അല്ലേ മക്കളെ, ലൈഫ് അതാണ്. അപ്പം നല്ലൊരു ദിവസമാവട്ടെ കേട്ടൊന്ന്. അപ്പം എൻ്റെ പപ്പടമൊക്കെ കുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തുറന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ, സ്കിപ്പ് ചെയ്യുക, കാണാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് താടിയും പൊട്ടും ഒഫീഷ്യൽ, ഫേസ്ബുക്ക് താടിയും പൊട്ടും, നല്ല കട്ട സപ്പോർട്ട് ഞങ്ങൾക്ക് അതിൽ തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ടൈമിങ് സമയം പരിധിക്കനുസരിച്ച് നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഞങ്ങൾക്കൊരു ടൈം സെറ്റായി വരണം. അപ്പം ഇനിയും ഈ പപ്പടമൊക്കെ ഒന്ന് ചൂടാറിയിട്ട് അവരുടെ പാത്രത്തിലിടണം. അപ്പോഴേക്കും അവൻ വരുമ്പോൾ അവന് ഡ്രസ്സ് ചെയ്യിക്കണം. ഈ ഗൈസ് അപ്പോൾ പപ്പടം ഈ പാത്രം നിറച്ച് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ വിച്ചുവിന് പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്. എനിക്ക് ഇങ്ങനെ ഫുഡാക്കി കൊടുക്കാൻ മക്കൾക്കാണെങ്കിലും അങ്ങനെ നമ്മുടെ കെട്ടിയന്മാർക്കൊക്കെ ഇങ്ങനെ ഫുഡാക്കി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവരത് തുറക്കണ സമയത്ത് ഇവർ നമ്മളെ ഓർക്കും എല്ലാം എന്താക്കെ അത് നമ്മുടെ വിചാരം ദൈവത്തിനറിയാം. അല്ല ഇതൊന്നല്ല, വിച്ചൊക്കെ 3 മണി 2:30 ആ സമയത്തൊക്കെയാണ് അവൻ്റെ ഫുഡും സമയം. അവൻ്റെ ടൈമിങ്ങൊക്കെ അത്രയും ബിസിയാണ്. അതിൻ്റെ ഇടയിൽ എന്നെ എന്തായാലും ഓർക്കും, എന്നെ വിളിക്കും, കഴിച്ചോന്ന് ചോദിക്കും. ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവനറിയാൻ ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ടീച്ചർമാരെ ഈ പാത്രം എടുത്ത് നോക്കും. അപ്പോൾ പിന്നെ അപ്പോസ്റ്റിക്ക് ഇവിടെ നിന്നൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഇനി ഈ ആദീസിൻ്റെ ലഞ്ച് ബോക്സുകൾ, പിച്ചുവിൻ്റെ ലഞ്ച് ബോക്സ് ഇതൊക്കെ ബാഗിലാക്കി വെച്ചിട്ട്. ഹലോ വാ സുന്ദരിയായി ആദീസ് അമ്മേ. ഓക്കെ ഓക്കെ, ഫ്രീക്കനായി ബേക്കാശയിക്കാൻ അടിച്ചിന് കുളിന്ന് സാമ്പാർ, ഇഡലി പാപ്പം. ഹേ സാറാം അപ്പന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ ഇട്ട്. ഇതാരെ ഇവിടെ ഒരാള് ബ്രാഹ്മണൻ വന്നിട്ടില്ല. ബാ മാമു തരാം, മാമു ബാ. ബാ പൊന്നു മാമു തേച്ചിട്ടുണ്ട്. ബാ പൊന്നു ചേട. ചിമ്പുന് ഇവിടെ ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പം ചിമ്പുക്കുട്ടൻ്റെ ഇവിടെ പാല് കുടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ നിൽക്കാൻ കേട്ടാ. പിന്നെ അതേ ഇവരിവിടെ ഫുഡ് കഴിക്കണു. ആദീസിന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിക്കുക. ഇവിടുന്ന് പാല് കുടിച്ചിട്ട് പോവാ. ദേ നമ്മുടെ ചാലിയപ്പൻ്റെ കഴിച്ച് കഴിഞ്ഞാ. ചാലിയപ്പന് കഴിച്ച മാമു ഗുബായ്. ചിമ്മിനി ഇവിടെ ഞാൻ ചാർലിയുടെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചത് അവിടെ. ഇവിടെ ഈ ഇതൊക്കെ ഒന്ന് അടിച്ചു വാരണം. അത് ഒരു പോയിട്ട് ഞാൻ ചെയ്യുള്ളൂ. ഇവിടെ രണ്ടാളുടെ ബാഗൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദിച്ചേ പെപ്പിടണ്ടേ? പെപ്പ്, ചാലി, ചീമ്പ് കഴിച്ചോട്ടെ മാമു.
ചിമ്പുനെ കൊറേ നിർബന്ധിക്കണം. കച്ചിടി നമ്മുടെ പൊന്നു മണിയെ, ചുണ്ടിരി മണിയെ, ഉബയായിട്ട് കഴിച്ചിടി. കുഞ്ഞി പെണ്ണെ മാമു തിന്നിടി. കുഞ്ഞി പെണ്ണെ കച്ചി ഉബയായിട്ട് കച്ചി. ചിമ്പീശക്ക് ഉബായ് ചിമ്പ കച്ചിയേ കച്ചി. ചിമ്പുവിന് കുറേ നമ്മൾ നിർബന്ധിക്കണം, എന്നാലേ അവൻ കഴിക്കുള്ളൂ. കുഞ്ഞികളുടെ പുറകെ നടന്ന് മാമുണ്ണു 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 എന്ന് പറയണ പോലെ ചിമ്പുവിന് ചെറുപ്പം തൊട്ടേ നമ്മൾ വാരിയൊക്കെ കൊടുത്തിരുന്നതുകൊണ്ട്, കുഞ്ഞ് ബേബിയായിരിക്കുമ്പോട്ട് അങ്ങനെ ചെയ്തിരുന്നതുകൊണ്ട് ബാംഗ്ലൂരിലുള്ളപ്പോൾ തന്നെ അങ്ങനെയാവൻ. അപ്പോൾ അവൻ ആദ്യം എന്ത് കൊടുത്താലും അവന്ന് മാറിക്കും. പിന്നെ നമ്മൾ കുറേ നിർബന്ധിച്ച് ഉരിഞ്ഞ് കൈക്ക് കുബോയല്ലേ എന്നൊക്കെ പറഞ്ഞാലാണ് ചിമ്പുക്കുറ്റ മാമ ചിന്ന. അവ നമ്മളുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം. ഇപ്പോൾ കയ്പക്കായ നമുക്ക് കൂട്ടാണെങ്കിൽ അത് കൂട്ടി കഴിക്കും, വെണ്ടക്കായ ആണെങ്കിൽ അത് കൂട്ടി കഴിക്കും, പരിപ്പാണെങ്കിൽ അത്, കടലയാണെങ്കിൽ അത്. മീനിറച്ചി വേണമെന്നൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല നമ്മുടെ ടീമുകൾക്ക്. ഗായ്സ് അങ്ങനെ എല്ലാവരും പോവാൻ റെഡിയായി. ഈ ചാർലിയപ്പനൊക്കെ ചോറുണ്ട്, ചിമ്പപ്പൻ യാത്രയൊക്കെ നിൽക്കുന്നു. ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നു. ചാറ്റ കൊടുക്കാൻ ചിമ്പു, വരുമ്പോഴും സ്വീകരിക്കാൻ ചിമ്പു ഫസ്റ്റ്. ചിമ്മിൻ്റെ അപ്പ ആദിച്ച് ബൈ ചാച്ചാ ബൈ ഷിയു. ഉടുമ്മ ചേട്ടു ഉമ്മ ചോദിച്ചാൽ തരില്ല, അല്ലെങ്കിൽ ഏത് നേരം ഉമ്മയാ. ഉമ്മ ചേട്ടു അയ്യോ എന്റെ തല പോയി, എന്റെ തല സൈഡ് മൊത്തം പോയി. അപ്പൊ നമ്മളൊരു മോർണിംഗ് ചെറിയൊരു വ്ളോഗാണ് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? ബൈ. അപ്പൊ ഒരു പോവാണ് കേട്ടാ, ആരും കൊണ്ട് പോടൂ. ബൈ ഷിയു. ചിമ്പു മാറിക്കടോ. ചിമ്പ നിക്ക്. അപ്പൊ പോട്ടെ. ചിമ്പു നിക്ക്. ആദിസുകുട്ടൻ ബൈ ബൈ. ചിമ്പുക്കുട്ടൻ ടാറ്റ പോട്ടെ. ചിമ്പുക്കുട്ട bye bye bye.